അതും ഫാഷിസം തന്നെയാണ് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ ഫാഷിസം എന്നൊക്കെ പറഞ്ഞ് ഫാഷിസ്റ്റ് വിരുദ്ധർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നടക്കുമ്പോൾ അത് ആര് ചെയ്താലും നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ കഴിയണം. അപ്പോൾ നിങ്ങൾ ഒരു വശത്ത് മാത്രം നിയമം നടപ്പിലാക്കുന്ന ആളുകളെ മാത്രം നോക്കിക്കൊണ്ട് അത് ഫാഷിസം, ഇത് ഫാഷിസം അല്ല, ഇത് ചക്കര ഫാഷിസം എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഉള്ളിലുള്ള ഇരട്ടത്താപ്പ് വെളിയിൽ ചാടുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഏതായാലും ഷാജൻ സ്കറിയ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതെന്റെ വിഷയമല്ല. അത് കോടതിയിലൂടെ തെളിയിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു റൂൾ ഓഫ് ലോ ഉള്ള ഒരു നിയമവാഴ്ചയുള്ള ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിന്റെ വഴിക്ക് വിടുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനു പകരം ഇവിടെ നമ്മൾ കാണുന്നത് മറ്റ് ചില കേസുകളൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇതേപോലെ കുരുക്കാൻ നോക്കുമ്പോൾ ആ വിഷയത്തെ നമ്മളിവിടെ അഡ്രസ് ചെയ്യും. അതുപോലെ അതിലെ രീതിയെ ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. ഒരു കള്ളനോ കൊലപാതകയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാം. മഹാലക്ഷ്മി പാതിരാക്ക് വന്നാലും മടക്കി വിടാൻ പാടില്ലെന്നാ. പക്ഷെ ഇത് ഒരു അരമണിക്കൂർ നേരം പോലും സ്റ്റേഷനിൽ നിർത്താൻ പറ്റാത്ത രീതിയിലുള്ളൊരു കേസായിരിക്കെ അവിടെ ചെല്ലുന്നു, ജാമ്യം എടുക്കുന്നു, തിരിച്ചു പോരുന്നു എന്ന ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് ഇതുപോലൊരു കൊലപാതകം നിങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതെപ്പോഴും ഈ ബാക്ക് ഫയർ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ സ്വന്തം മൂട്ടിൽ വെടിവെക്കാൻ നമ്മൾ പറയും. നിങ്ങളുടെ ലക്ഷ്യം ഷാജൻ സ്കറിയ പോലെയുള്ള എത്ര മോശമായിക്കോട്ടെ അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യലാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ നിങ്ങളിപ്പോൾ ചെയ്ത ആ പ്രവൃത്തി കൊണ്ട് അതിന് ഏറ്റവും വലിയ ഗുണം അത് ഷാജൻ സ്കറിയയ്ക്ക് തന്നെയാണ്. ഷാജൻ സ്കറിയ ഇനി കൂടുതൽ ഇവിടെ വളരും.